ചെയ്യുമ്പോഴാണ് സ്വർഗത്തോളം വലുതാകുവാനും ഉയരുവാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-35 തിരുവചനം പറയും, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന്റെ കൃപ നമുക്ക് അതിന് ആവശ്യമുണ്ട്. ഓരോ ഉദാശകളിലൂടെ കിട്ടുന്ന ഈ കൃപയിൽ ഉത്തരോത്തരം വളരുവാനും അനുനിമിഷം ദൈവത്തോട് ചേർന്നിരിക്കുവാനും സാധിക്കുന്നവർക്കാണ് ഈ ശുശ്രൂഷയിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് സാധിക്കുന്നത്. ഒടുവിലത്തിനാവുക, ശുശ്രൂഷകനാവുക എന്നതൊക്കെ ദൈവികമായിട്ടുള്ള അനുഗ്രഹം സിദ്ധിച്ചവന് മാത്രം സാധ്യമാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ യോഹന്നാൻ തന്റെ സുവിശേഷങ്ങൾ പറയും, 3-30 തിരുവചനത്തിലൂടെ പറയും, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് എന്ന് പഠിക്കുന്നുവോ അന്ന് നമുക്ക് ചെറുതാകാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ കുഴപ്പം മറ്റൊരാളുടെ വളർച്ചയിൽ വല്ലാതെ അസൂയപ്പെടുന്നവരാണ്, വല്ലാതെ വിഷമം തോന്നുന്നവരാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ അസൂയപ്പെടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരം. കാരണം വ്യത്യസ്തമായ കഴിവുകളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ മറ്റൊരാളെ പോലെ ആകുകയില്ല. വിശുദ്ധത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളിൽ ചിലർക്ക് ഭാഷാപരമുണ്ട്, ചിലർക്ക് രോഗശാന്തിപരമുണ്ട്, ചിലർക്ക് വചനം പ്രസംഗിക്കാനുള്ളവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും എങ്ങനെയാണ് ഒരേപോലെ ആകുന്നത്? സുവിശേഷം പറയും, നല്ല നിലത്ത് വീണ വിത്ത് 30-60-100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഒരേ സാഹചര്യങ്ങളിൽ വീണ വിത്തുകൾക്ക് തന്നെ വ്യത്യസ്തമായി ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആകണം എന്നറിയാം. ഈ വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തതകളിലാണ് ദൈവത്തിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും തരുന്നത്. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഈ കുറവുകളിൽ നിറവുകളാകുന്ന ദൈവം വ്യത്യസ്തമായ കഴിവുകളോട് രൂപപ്പെടുത്തി നമ്മളെ ആ ദൈവസ്നേഹത്തിലേക്ക് വളരുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുകയാണ്. അതിന് നമ്മൾ തയ്യാറാകും, നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് സന്നദ്ധരാകും. സ്വയം ചെറുതാകാനായിട്ട് ശ്രമിക്കുന്നവനാണ് സ്വർഗത്തോളം വലുതാകാനായിട്ട് സാധ്യതയുള്ളത്. നമുക്ക് ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുവാൻ സ്നേഹത്തിന്റെ ഈ ഇടങ്ങൾ, തണലിടങ്ങൾ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യനെ അവനോളം ചെറുതാകുന്ന തരത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ആ ചെറുതാകലിൽ നിന്ന് വലിയൊരു ദൈവസ്നേഹത്തിലേക്ക് വളരുവാനുള്ള സാധ്യത നൽകിക്കൊണ്ടാണ്. ഓരോ അപ്പം എടുത്ത് ഉയർത്തിക്കൊണ്ട് പുരോഹിതൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു വിശുദ്ധ കുർബാനയിൽ പറയുന്നത്, ഇതെന്റെ ശരീരമാണ്. ഒരു കാറ്റിൽ പറക്കുവാൻ കഴിയുന്ന തരത്തിൽ, ഈ തൂവെള്ള വസ്തുയിൽ വസിക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം ഇത്ര ചെറുതാകാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ചെറുതാകാനായിട്ട് നമ്മൾ ശ്രമിക്കുമെന്നതാണ്. നമുക്കും ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ചെറുതാകാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഉള്ളിലേറിക്കൊണ്ട് നമുക്കും വളരുവാൻ ശ്രമിക്കാം സ്വർഗത്തോളം. അതിന് നമ്മുടേതായ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയും അവന്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ, അവനോളം വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സ്വന്തമായി അനുഗ്രഹിക്കും.